Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ കൺവേർഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 4 നമ്പർ സിസ്റ്റംസ് ആണുള്ളത്. ഏതൊക്കെ നമ്പർ സിസ്റ്റംസ് ആണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ അതിൽ ഒരു ഡെസിമൽ നമ്പർ കിട്ടിയാൽ അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഒക്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബൈനറി ആക്കാൻ എന്ത് ചെയ്യണം? ആ ഡെസിമൽ നമ്പറിനെ നമുക്ക് 258 എന്നൊരു ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ബൈനറി ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 2 4 89 ഇവിടെ 0 കിട്ടും. റിമൈൻഡർ റൈറ്റ് സൈഡിൽ എഴുതണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് റിമൈൻഡേഴ്സിനെ താഴെ നിന്ന് മുകളിലേക്ക് ഗ്രൂപ്പ് ചെയ്യണം. അങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡേഴ്സ് താഴെ നിന്ന് മുകളിലോട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഒക്ടലിലോട്ട് ആക്കുകയാണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്, ഒക്ടലിൻ്റെ ബേസ് 8 ആണ്, ഹെക്സാഡെസിമലിൻ്റെ ബേസ് എത്രയാണ്? 16. അപ്പോൾ അതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന റിമൈൻഡേഴ്സിനെ താഴെ നിന്ന് മുകളിലേക്ക് ഗ്രൂപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മളൊരു ഡെസിമൽ നമ്പറിനെ മറ്റ് നമ്പർ സിസ്റ്റങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നേരെ തിരിച്ച് ഒരു ബൈനറി നമ്പർ കിട്ടിയാൽ അതിനെ എങ്ങനെ ഡെസിമൽ നമ്പർ ആക്കാം, ഒരു ഒക്ടൽ നമ്പർ കിട്ടിയാൽ അതിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാം. അപ്പോൾ തിരിച്ചുള്ള കൺവേർഷനാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ബൈനറിയെ ഡെസിമൽ ആക്കുന്നത് എങ്ങനെ, ഒക്ടലിനെ ഡെസിമൽ ആക്കുന്നത് എങ്ങനെ, ഹെക്സാഡെസിമലിനെ ഡെസിമൽ ആക്കുന്നത് എങ്ങനെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ 1ഉം 0ഉം മാത്രമേ ഉള്ളൂ, 2 ഡിജിറ്റ്സേ ഉള്ളൂ, 0ഉം 1ഉം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബൈനറി നമ്പർ എടുക്കാം, 1011. അപ്പം ഇങ്ങനെ ഒരു ബൈനറി നമ്പർ കിട്ടി. ഇതിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ബൈനറി നമ്പറാണ്, ഇതിൻ്റെ ബേസ് 2 ആണ്. അതിനെ നമുക്ക് ഡെസിമൽ നമ്പറിൻ്റെ ബേസ് 10 ആണ്. 10ലേക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യമേ ഈ ബൈനറി ഡിജിറ്റ്സിനെ കുറച്ച് നീക്കി എഴുതണം. നമുക്ക് നോട്ട്ബുക്കിൽ എടുത്ത് എഴുതുമ്പോൾ 1 0 1 1 കുറച്ച് നീക്കി എഴുതണം ഡിജിറ്റ്സിനെ. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതി തുടങ്ങേണ്ടത്. ആദ്യം എടുക്കേണ്ടത് റൈറ്റ് സൈഡിലെ ഡിജിറ്റ് 1 × 2 raised to 0. ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആണ്. അപ്പോൾ 1 × 2 raised to 0 എടുക്കണം. പ്ലസ് അടുത്തെടുക്കേണ്ടത് ഈ ഡിജിറ്റ് 1 × 2 raised to 1 എടുക്കണം. ഇനി അടുത്തെടുക്കേണ്ടത് മൂന്നാമത്തെ ഡിജിറ്റാണ് 0 × 2 raised to 2 എടുക്കണം. പ്ലസ് 1 × 2 raised to 3. ഓക്കെ. അപ്പം ബൈനറി നമ്പറിനെ ആദ്യം ഡിജിറ്റ്സ് നീക്കി എഴുതുക. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതേണ്ടത്, അത് തിരിഞ്ഞു പോകരുത്. ഇവിടെ നല്ല എടുക്കേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത്. ആദ്യത്തെ ഡിജിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2 raised to 0, അടുത്ത ഡിജിറ്റ് 2 raised to 1, അടുത്ത ഡിജിറ്റ് 2 raised to 2, അടുത്ത 2 raised to 3, ഇനി ഉണ്ടെങ്കിൽ 2 raised to 4, 2 raised to 5, 2 raised to 6 അങ്ങനെ പോകും. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. 1 × 2 raised to 0. എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ പഠിച്ചു വയ്ക്കണം. 2 raised to 0ഉം 1 ആണ്, 8 raised to 0ഉം 1 ആണ്, 10 raised to 0ഉം 1 ആണ്. ഏത് നമ്പറിൻ്റെയും റൈസ് ടു 0 എടുത്താൽ 1 കിട്ടും. അപ്പോൾ 1 × 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അടുത്തിവിടെ 1 × 2 raised to 1. എനി നമ്പർ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ സെയിം നമ്പറാണ്. അതായത് 2 raised to 1 എന്ന് പറഞ്ഞാൽ 2നെ ഒരു പ്രാവശ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് 2 raised to 1. അപ്പോൾ 2 തന്നെയാണ്. 8 raised to 1 എടുത്താൽ 8 എന്ന് കിട്ടും, 10 raised to 1 എന്ന് എടുത്താൽ 10 എന്ന് കിട്ടും. അപ്പോൾ 1 × 2 ആണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത് ഇവിടെ 0 × 2 raised to 2. 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. അപ്പോൾ നമ്മൾ വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്ത് മെനക്കിടേണ്ട കാര്യമില്ല. 0 ആകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡിജിറ്റ് 0 ആണെങ്കിൽ ഇവിടെ 0 തന്നെ. ഇപ്പോൾ വേറെ ഒന്നും എഴുതേണ്ട, 0 ആണ്. അടുത്ത പ്ലസ് 2 raised to 3. 2 raised to 3 എന്ന് പറഞ്ഞാൽ അർത്ഥം 2 × 2 × 2 എന്നാണ് അർത്ഥം. ഓക്കെ. 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2. 2 × 2 4 ആണ്, 4 × 2 8 ആണ്. അപ്പോൾ 2 raised to 3 എത്രയാണ്? 8 ആണ്. അപ്പോൾ 1 × 8. ഓക്കെ. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. 1 × 8 എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ ഒന്നുമില്ല. 1 × 2
2 plus 1 into 1, 1 equal to 8 plus 2, 10, 10 plus 1, 11. 11 ആണ് ആൻസർ. ഇത് 1 1 അല്ല, ഇത് ബൈനറി നമ്പർ അല്ല, ഇത് ഡെസിമൽ നമ്പർ ആണ്. 11 to the base 10 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ആൻസർ ക്വസ്റ്റ്യനിൽ ഇവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. 11 to the base 10 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 10010. അപ്പോൾ ഇതൊരു ബൈനറി നമ്പറാണ്. ഈ ബൈനറി നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡിജിറ്റ്സ് കുറച്ച് നീക്കി എഴുതാം. 10010. ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഡിജിറ്റ് എടുക്കുക. 0 into 2 raised to 0 plus 1 into 2 raised to 1 plus 0 into 2 raised to 2 plus 0 into 2 raised to 3 plus 1 into 2 raised to 4. അടുത്ത വീണ്ടും സോൾവ് ചെയ്യണം. നേരത്തെ പറഞ്ഞു ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 0 ആണ്. ഇവിടെ 2 raised to 0 1 ആണ്. പക്ഷെ 0 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 1 into 0 0 തന്നെ കിട്ടും. അപ്പോൾ 0 ആണെങ്കിൽ ഇവിടെ 0 എഴുതിയാൽ മതി. ഇനി അടുത്ത് ഇവിടെ പ്ലസ് 1 into 2 raised to 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. സെയിം നമ്പർ കിട്ടും. 2 ഒരു പ്രാവശ്യം 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ആക്കും. 1 into 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ കിട്ടും. ഇവിടെ 0 കൊണ്ടാണ് ഗുണിക്കുന്നത്, അപ്പോൾ 0 തന്നെയാണ്. ഇവിടെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ 0 ആണ്. അടുത്ത് 2 raised to 4 നോക്കണം. 2 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 2 into 2 into 2, അതാണ് 2 raised to 4. 2 into 2 4 ആണ്. 4 into 2 8 ആണ്. 8 into 2 16. അപ്പോൾ 2 into 2 into 2 into 2, അതായത് 2 raised to 4 is equal to 2 raised to 4 is equal to 2 into 2 4, 4 into 2 8, 8 into 2 16 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 16 എഴുതണം. 1 into 16 എന്ന് എഴുതണം. അപ്പോൾ 1 into 16 16 പ്ലസ് ഇതെല്ലാം 0 ആണ്. 1 into 2 2, അടുത്തതും 0 ആണ്. 16 plus 2 18. ഇപ്പോൾ 18 ആണ് ഇതിൻ്റെ ആൻസർ. 10010 to the base 2 is equal to 18 to the base 10. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡെസിമലിനെ ബൈനറി ആക്കാനായിരുന്നു. ഇപ്പോൾ പഠിക്കുന്നത് ബൈനറിയെ ഡെസിമൽ ആക്കാൻ. ഇനി അടുത്തത് നോക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒക്ടൽ നമ്പർ ഫോർ എക്സാമ്പിൾ ഒരു ഒക്ടൽ നമ്പർ 736. അപ്പോൾ ഇതൊരു ഒക്ടൽ നമ്പറാണ്. ഈ ഒക്ടൽ നമ്പർ ടു ദ ബേസ് ഇത് 8 ആണ്. ഇതിനെ നമുക്ക് ഡെസിമൽ നമ്പർ ആക്കണം. ഡാഷ് ടു ദ ബേസ് 10. 10ലേക്ക് ഡെസിമൽ നമ്പറാക്കി മാറ്റണം. ഡെസിമലിലേക്ക് ആക്കാൻ ഇവിടെ ബേസ് ഒക്ടൽ നമ്പറിൻ്റെ ബേസ് 8 ആണ്. അതുകൊണ്ട് 8ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആയിരുന്നതുകൊണ്ട് 2 raised to 0, 2 raised to 1, 2 raised to 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഒക്ടലിൻ്റെ ബേസ് 8 ആയതുകൊണ്ട് 8 raised to 0, 8 raised to 1, 8 raised to 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഡിജിറ്റ്സിനെ നീക്കി എഴുതുക. അടുത്ത് വലതുവശത്തെന്നാണ് തുടങ്ങേണ്ടത്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നിന്നാണ്. 6 into 8 raised to 0 plus 3 into 8 raised to 1 plus 7 into 8 raised to 2. ഇനി അടുത്ത സോൾവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കാം. എക്സാമിന് അപ്പം സിമ്പിൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. 6 into 8 raised to 0. 8 raised to 0 എന്ന് പറഞ്ഞാൽ എനി നമ്പർ raised to 0 is equal to 1. നേരത്തെ നമ്മൾ ബൈനറി നമ്പർ കൺവേർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞതാണ്. 2 raised to 0 1 ആണ്. 8 raised to 0 1 ആണ്. 16 raised to 0 1 ആണ്. ഏത് നമ്പറിൻ്റെയും raised to 0 എടുത്താൽ 1 ആണ്. അപ്പോൾ 6 into 1, 8 raised to 0 എന്ന് പറഞ്ഞാൽ 1. അടുത്ത പ്ലസ് 3 into 8 raised to 1. 8 raised to 1 എന്ന് പറഞ്ഞാൽ സെയിം നമ്പറാണ്. ഏത് നമ്പറിനെ raised to 1 എടുത്താൽ അതേ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ 3 into 8 പ്ലസ് ഇവിടെ 7 into 8 raised to 2. 8 raised to 2 എന്ന് പറഞ്ഞാൽ അർത്ഥം 8 raised to 2 is equal to 8 into 8. 8 into 8 എത്രയാണ്? 64 ആണ്. അപ്പോൾ എത്ര കിട്ടും? 8 raised to 2 64. ഓക്കെ,
ബാക്കി കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താലും മതി. 64 × 7 എത്ര കിട്ടും? 44. 448 കിട്ടും. 448 പ്ലസ് 3 × 8 24 ആണ്. 1 × 6 6 ആണ്. ഇനി ഈ 4 നമ്പേഴ്സും കൂടെ കൂട്ടിയെടുക്കണം. 3 നമ്പേഴ്സും കൂടെ കൂട്ടിയെടുക്കണം. 8 കിട്ടും. രണ്ടാമത് ശിഷ്ടം 5 + 2 7 കിട്ടും. 4 കിട്ടും. = 478. ഇതിന്റെ ബേസ് 10 ആണ്. നമ്മൾ ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. അപ്പം ഇതിന്റെ ആൻസർ 736 to the base 8 is equal to 478 to the base 10 എന്ന് കിട്ടും. 478 ആണ് ആൻസർ. 478 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ഒക്ടൽ നമ്പർ 1043 to the base 8. ഇതിനെ നമുക്ക് ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റ്സിനെ നീക്കി എഴുതണം. 1 0 4 3. ഇനി എന്ത് ചെയ്യണം? നമുക്ക് തന്നെ എഴുതാന്നുള്ളതേ ഉള്ളൂ. ആദ്യം റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 3 × 8 × 0 പ്ലസ് അടുത്ത ഏത് ഡിജിറ്റ് എടുക്കണം? 4 × എത്ര എടുക്കണം? 8 × 1 പ്ലസ് 0 × 8 × 2 പ്ലസ് 1 × 8 × 3. ഓക്കെ, ഇനി സോൾവ് ചെയ്യണം. പ്ലസ് 3 × ഏത് നമ്പറിനെയും റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പഠിച്ചു. 8 × 0 1 ആണ്. അപ്പോൾ 3 × 1. അടുത്ത ഇവിടെ 4 × 8 × 1. 8 × 1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. സെയിം നമ്പറാണ്. 4 × 8 പ്ലസ് ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരുള്ളൂ. അതുകൊണ്ട് ബാക്കി കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 0 ഇട്ടാൽ മതി. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. പ്ലസ് 1 × 8 × 3. 8 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 8 × 8. 8 × 8 64 ആണ്. 64 × 8 നോക്കണം. 32 3 ശിഷ്ടം 48 51. ശരിയാണോ? ഓക്കെ, 512 ആണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ 512 എടുക്കണം. അടുത്ത സ്റ്റെപ്പ് എഴുതാം. 1 × 512 512 ആണ്. പ്ലസ് 4 × 8 എത്രയാണ്? 32 പ്ലസ് 1 × 3 3. ഓക്കെ, ഇനി ഇത് 3 നമ്പേഴ്സും കൂടെ കൂട്ടി നോക്കണം. എന്നിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, 547 എന്ന് കിട്ടും. 547 to the base 10. ആൻസർ ഇവിടെ എടുത്ത് എഴുതണം. 547 to the base 10. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ ഒരു ഒക്ടൽ നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മളിവിടെ നിങ്ങോട്ടാണ് പഠിക്കുന്നത്. ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഏത് പഠിക്കാമെന്ന് നോക്കാം. അപ്പം നമ്മളൊരു ബൈനറിയെ ഡെസിമലാക്കാൻ പഠിച്ചു. ഒക്ടലിനെ ഡെസിമലാക്കാൻ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 16 ഡിജിറ്റ്സ് ഉണ്ട്. 16 ആണ് അതിൻ്റെ ബേസ്. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 0 1 2 3 4 5 6 7 8 9. അത് കഴിഞ്ഞ് A B C D E F. 10ന് പകരം A എന്ന് കൊടുക്കും. 11ന് പകരം B, 12ന് പകരം C, 13ന് പകരം D, 14ന് പകരം E, 15ന് പകരം F. ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. 1C2 എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്.
ഈ ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1C2 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമൽ നമ്പർ ആക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഡിജിറ്റുകളെ നീക്കി എഴുതണം. 1C2 ആണ്. നമ്മൾ ഈ ഡിജിറ്റ് ഇങ്ങോട്ട് എടുത്തെഴുതുമ്പോൾ സിക്ക് പകരം അതിൻ്റെ നമ്പർ എടുത്തെഴുതണം. എൻ്റെ വാല്യൂ എടുത്തെഴുതണം. സി എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അപ്പോൾ 1C2 എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതണം? 112 എന്ന് എഴുതണം. ഓക്കെ, ആണ് ഇതിൽ ഒരു ചേഞ്ച്. നേരത്തേക്ക് നമുക്ക് ബൈനറിയും ഒക്ടലും ആയപ്പോൾ അതേ ഡിജിറ്റ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. ഹെക്സാഡെസിമലിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ABCDF ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ ആ ലെറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എടുത്തെഴുതണം. അപ്പോൾ സിക്ക് പകരം 12 എന്ന് എടുത്തെഴുതണം. ഇനി നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ പോലെ തന്നെ 2 × 16⁻�0. ഇവിടെ ബേസ് 16 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 16ന്റെ പവർ വെച്ചിട്ടാണ്. 16⁻�0 പ്ലസ് 12 × 16⁻1 പ്ലസ് 1 × 16⁻2 എന്ന് എടുക്കണം. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് 2 × 16⁻0. ഏത് നമ്പറും ⁻0 എടുത്താൽ 1 ആണ്. 2⁻0 1 ആണ്, 8⁻0 1 ആണ്, 10⁻0 1 ആണ്, 16⁻0 1 ആണ്. 2 × 1 പ്ലസ് 12 × 16. ഒരു നമ്പർ ⁻1 വന്നാൽ സെയിം നമ്പർ ആണ്. അപ്പോൾ 12 × 16 പ്ലസ് 1 × 16⁻2. 16⁻2 എന്ന് പറഞ്ഞാൽ 16 × 16 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 16 × 16 എത്ര വരും? 256 വരും. ഓക്കെ, അപ്പോൾ 1 × 256 വരും. ഇനി സോൾവ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എഴുതുക. 256 പ്ലസ് 12 × 16. അതും കാൽക്കുലേറ്റ് ചെയ്യണം. 12 × 16. only 72 വരും. കൂട്ടുമ്പോൾ ഇവിടെ 2 7 + 2 9 192 എന്ന് കിട്ടും. ഓക്കെ, 192 പ്ലസ് 1 × 2 2. നമ്പേഴ്സിനെ കൂട്ടി എഴുതണം. 256 പ്ലസ് 192 പ്ലസ് 2 15 450 എന്ന് കിട്ടും. ആൻസർ 450. 450 ടു ദ ബേസ് 10 ഡെസിമൽ നമ്പർ ആണ്. ഇവിടെ നമുക്ക് ആൻസർ എഴുതാം 450 ടു ദ ബേസ് 10. അപ്പം ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ എക്സാമ്പിളും കൂടെ നോക്കാം. 1 DE. ഓക്കെ, 1 DE എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഈ ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നേരത്തെ എഴുതിയതുപോലെ ആദ്യം ഡിജിറ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. 1. ഇവിടെ D ആണ്, ഡിക്ക് പകരം 13 എന്ന് എഴുതണം. ഇവിടെ E ആണ്, ഇക്ക് പകരം 14 എന്ന് എഴുതണം. അടുത്ത ഇനി ഓരോ നമ്പേഴ്സിനെയും അതിൻ്റെ 16ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ ഡിജിറ്റിനെയും 14 × 16⁻0 പ്ലസ് 13 × 16⁻1 പ്ലസ് 1 × 16⁻2. ഓക്കെ, സ്റ്റെപ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 14 × 16⁻0. ഇനി നമ്പർ ⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 14 × 1 കിട്ടും. പ്ലസ് 13 × 16 കിട്ടും. 16⁻1 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16⁻2 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. 256 ആണെന്ന് തോന്നുന്നു. 16⁻2 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. 256 ആണ്. 1 × 256. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. 1 × 256 എന്ന് പറയുന്നത് 256 പ്ലസ് 13 × 16. 7 + 3 10. 208. ഓക്കെ, ഇപ്പോൾ 208 പ്ലസ്
14. വീണ്ടും കൂട്ടിയെടുക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്താലും മതി. 256 പ്ലസ് 208 പ്ലസ് 14 478. ഇപ്പം എൻ്റെ ആൻസർ കിട്ടുന്നത് 478 ആണ്. 478 to the base 10. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലും ഒക്ടലും ഹെക്സാഡെസിമലിലും ആക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിവിഷൻ മെത്തേഡാണ്. ഇങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അടുത്ത നമ്മൾ ബൈനറിയെ ഡെസിമലും ഒക്ടലിനെ ഡെസിമലും ഹെക്സാഡെസിമലിനെ ഡെസിമലും ആക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടുള്ള കൺവേർഷൻ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ബേസിൻ്റെ പവേഴ്സ് കൊണ്ട്. ബൈനറിയെ ഡെസിമലാക്കണമെങ്കിൽ 2ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒക്ടലിനെ ഡെസിമലാക്കണമെങ്കിൽ 8ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹെക്സാഡെസിമലിനെ ഡെസിമലാക്കണമെങ്കിൽ 16ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ബൈ.